ഇത്തിരി സമയം കൊണ്ട് ഒത്തിരി സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള രക്തപ്രസാദമാണ് നിങ്ങൾ ആ കണ്ണാടിയിൽ എൻ്റെ മുഖത്ത് കണ്ടത്. അതിനിടയ്ക്ക് ഞാൻ വാച്ചെടുക്കാൻ മറന്നുപോയി. ഉമ്മ കൊണ്ടുതന്നു, സ്വാഭാവികം. ചെസ്റ്റ് നമ്പർ 1 ആണ് ഞാൻ. ചെസ്റ്റ് നമ്പർ 2 ആണ് നമിച്ചുകൊണ്ട് ഈ ഓടി വരുന്നത്. ഇത് ചെസ്റ്റ് നമ്പർ 3 ആൻഡ് ഇത് ചെസ്റ്റ് നമ്പർ 4. നമ്മുടെ ചെസ്റ്റ് നമ്പർ 2 മിസ്സിൽ നിന്ന് മിസ്സീസ് ആയപ്പോഴേക്കും ഇന്ത്യയിൽ നിന്നും ഒമാനിലേക്ക് ചേക്കേറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ നിന്ന് വന്നപ്പോൾ സമയത്ത് കൊണ്ടുവന്ന കുറച്ച് കാക്കിരിപ്പിക്കിരി സാധനങ്ങളാണ് ഞങ്ങൾ ആ തറയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നുള്ളിപ്പറക്കുകയും അടിച്ചു മാറ്റിയൊക്കെ ചെയ്തത്. എപ്പോഴൊക്കെ ഒത്തുകൂടാൻ തോന്നുന്നു അപ്പോഴേക്കും ഞങ്ങൾ വന്ന് അടിഞ്ഞുകൂടുന്നത് ഞങ്ങളുടെ ചെസ്റ്റ് നമ്പർ 3യുടെ സ്വന്തം വീട്ടിലാണ്. അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഇന്നത്തെ ഒത്തുകൂടലിന്റെ പ്രധാന അജണ്ടയായിരുന്നു ഈ ഒരു സലൂൺ വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതാണ് ചെസ്റ്റ് നമ്പർ 5. ഇവളുടെ സലൂണാണിത്. ചെന്ന് കയറിയപ്പോൾ മുതൽ കച്ചറ പിച്ചറ അങ്ങോട്ടും ഇങ്ങോട്ട് അലങ്കോലം. ഇത്രയും ധൈര്യത്തെ അവിടെ കിടന്ന് കോലാഹലം കാണിച്ചത് ആയിരിക്കും അവളുടെ ഹസ്ബൻഡ് അമ്മയായതുകൊണ്ടാണ്. എനിക്ക് അവൾ പെർമനന്റ് ആയിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുകയായിരുന്നു. അപ്പോൾ അത് ആദ്യമായിട്ട് ഇത്രയും അടുത്ത് കാണുന്ന എക്സൈറ്റ്മെന്റിൽ മാറിയും തിരിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ നിന്ന് കുറേ നേരം അതൊക്കെ വീക്ഷിച്ചിട്ട് നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അടുത്തതായിട്ട് നമ്മുടെ അതിഗംഭീരമായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടായിരുന്നു. ഇത്രയും കോലാഹലങ്ങൾക്കിടയിലും കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ചെസ്റ്റ് നമ്പർ 6നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി ഹൈദരാബാദിലായതുകൊണ്ട് ലീവ് കിട്ടിയില്ല ഗൈസ്. അങ്ങനെ ഓടിയും ചാടിയും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കുറേ ഫോട്ടോസ് എടുത്തതിന് ശേഷം 4 പേരും ടാറ്റ ബൈ ബൈ സീറോ പറഞ്ഞു 4 വഴിയെ പിരിഞ്ഞു. ഇതായിരുന്നു ആൻറ്റിയുടെ ഫൈനൽ റിസൾട്ട്. പിന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും ഉണ്ട്.